നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധിക്കെതിരെ ഉടൻ അപ്പീൽ നൽകുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വി അജകുമാർ അപ്പീൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ 101% വിശ്വാസമുണ്ടെന്നും സൈബർ അധിക്ഷേപങ്ങളെ ഭയമില്ലെന്നും അഡ്വക്കേറ്റ് വി അജകുമാർ 24-നോട് പറഞ്ഞു. അപ്പീൽ തീരുമാനിക്കേണ്ട ഗവൺമെന്റാണ്. ഗവൺമെന്റ് അതിന് പോസിറ്റീവായിട്ട് തന്നെ തീരുമാനിക്കും. മറ്റു കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ പറ്റില്ല. വിശദമായി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പിന്നീട് സംസാരിക്കും. അതിൽ ഞാൻ ഒട്ടും ഭീതിയുള്ളവനല്ല. എത്രത്തോളം വേണമെങ്കിലും സൈബർ ആക്രമണം നടത്തിക്കോട്ടെ. പക്ഷേ സൈബർ ആക്രമണം നേരിടാൻ നിവൃത്തിയില്ലാത്തവർ പല പരാതികളും കൊടുക്കുന്നുണ്ട്. ഞാൻ സൈബർ ആക്രമണം നേരിടാൻ തയ്യാറാണ്. 150% കോൺഫിഡൻസ്. അപ്പീൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഈ ആഴ്ച തന്നെ അപ്പീൽ നൽകുമെന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇപ്പോൾ അത് ഏറ്റവും വൈകാതെ തന്നെ ഹൈക്കോടതിയിലേക്ക് സമർപ്പിക്കുക എന്നതിലേക്ക് എത്തുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഓരോ ദിവസവും നമ്മൾ വിധിന്യായത്തിലെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതിലെങ്ങനെയാണ് ഗൂഢാലോചന തെളിയിക്കുന്നതിൽ, 8-ാം പ്രതി ഉൾപ്പെടെയുള്ളവരുടെ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടത് എന്നതിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഒരു പഴുതടച്ചുള്ള നീക്കം എന്ന തരത്തിൽ തന്നെയാകില്ലേ മേൽക്കോടതിയെ സമീപിക്കുക? വലിയ പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. നേരത്തെ ഈ ശിക്ഷാവിധി വന്ന ദിവസം തന്നെ അജകുമാർ നടത്തിയ പ്രതികരണം ഈ ശിക്ഷാവിധി അല്ലെങ്കിൽ ഈ കോടതിയിൽ നിന്നുള്ള ഒരു പാസ്പോർട്ടായി ഞങ്ങൾ കണക്കാക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 7.5 വർഷം ഈ കോടതിയിൽ ഞങ്ങൾ ശ്വാസം മുട്ടിയാണ് നിന്നിരുന്നത്. മേൽക്കോടതിയിലേക്ക് എത്തുമ്പോൾ നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് അദ്ദേഹം അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. ശിക്ഷാവിധി പകർപ്പ് പുറത്തു വന്നിട്ട് ഇപ്പോൾ 4 ദിവസം പിന്നിടുന്നു. അതിൽ പ്രോസിക്യൂഷൻ സംഭവിച്ച വീഴ്ചകൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങളായി പുറത്തു വരികയാണ്. ഗൂഢാലോചന തെളിയിക്കുന്നതിൽ എങ്ങനെയാണ് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതെന്ന് അക്കമിട്ട് നിരത്തുന്നുണ്ട് ആ വിധിപ്പകർപ്പ് വിശദമായി പ്രോസിക്യൂഷൻ പരിശോധിച്ചിട്ടുണ്ട്. അപ്പീൽ തയ്യാറാക്കുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് വി അജകുമാർ പ്രതികരിക്കുന്നത്. അതിന്റെ നിയമോപദേശ നടപടികളൊക്കെ പൂർത്തിയായി. ഇനി സർക്കാരിന് കൈമാറുകയാണ് അടുത്ത നടപടി. സർക്കാർ അതിൽ അനുമതി നൽകിയാൽ ഉടൻ തന്നെ ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായി എത്തും. 150% കോൺഫിഡൻസ് ഉണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന കാര്യത്തിൽ 150% കോൺഫിഡൻസ് ഉണ്ടെന്നാണ് അജകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു 10 ദിവസത്തിനകം തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് മേൽക്കോടതിയിലേക്ക് അപ്പീൽ നൽകാനാകും എന്നാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷയാണെന്ന് അജകുമാർ പങ്കുവച്ചത്. ഒപ്പം ഈ സൈബർ ഇടങ്ങളിൽ ഈ പറയുന്ന പ്രോസിക്യൂട്ടർക്കെതിരെയും അതോടൊപ്പം ഈ നടിയുടെ അഭിഭാഷകർക്കെതിരെയും അതിരൂക്ഷ വിമർശനങ്ങൾ, അവർക്കെതിരെയുള്ള സൈബർ ലിഞ്ചിങ് ഒക്കെ നടക്കുന്നുണ്ട്. അതിനെയൊന്നും താൻ ഭയപ്പെടുന്നില്ല, ചെയ്യേണ്ടവർ അത് ചെയ്തോളൂ എന്ന നിലപാടാണ് അദ്ദേഹം എടുക്കുന്നത്. ഒപ്പം സൈബർ ലിഞ്ചിങ്ങിനെ ഭയപ്പെടുന്ന ആളുകൾ ചിലവരുണ്ട്, അവരിപ്പോൾ പരാതിയുമായി രംഗത്തെത്തി എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ജസ്റ്റിസ് ഹണിയം വർഗീസിനെതിരെയുള്ള സൈബർ ലിഞ്ചിങ്ങിനെതിരെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തുകയും പരാതി നൽകുകയൊക്കെ ചെയ്തത് നമുക്ക് മുൻപിലുണ്ട്. താൻ അത്തരത്തിൽ ഭയപ്പെടുന്നില്ല. താൻ ഈ സൈബർ ആക്രമണം നടത്തിയാലും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. വലിയ കോൺഫിഡൻസിലാണ് പ്രോസിക്യൂഷൻ. ഇനി സംസ്ഥാന സർക്കാരിന്റെ അനുമതി മാത്രമാണ് ലഭിക്കാനുള്ളത്. അതിനുശേഷം നടി ആക്രമിക്കപ്പെട്ട കേസ് അപ്പീലുമായി ഹൈക്കോടതിയിലേക്ക് എത്തും പ്രോസിക്യൂഷൻ. വിഷ്ണു, ഇതിലിപ്പോൾ പ്രോസിക്യൂഷൻ ആരോപിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ആരോപിച്ചിരുന്നു. പക്ഷേ അത് ഓരോന്നോരോന്ന് അക്കമിട്ട് നിർത്തിക്കൊണ്ട് അതിനൊന്നും തെളിവില്ല എന്ന് പറയുന്ന വിചാരണ കോടതിയുടെ വിധിന്യായമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിന്റെ വിവരങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ അത്തരത്തിലേക്ക് ചോദ്യങ്ങൾ ഉണ്ടായാൽ അതിനെല്ലാം കൃത്യമായ മറുപടി എന്ന തരത്തിലേക്ക് തന്നെയല്ലേ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അതേക്കുറിച്ച് എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ? വിധിപ്പകർപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പരാമർശത്തിനും തയ്യാറായിട്ടില്ല. വിശദമായി പിന്നീട് പ്രതികരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പ്രോസിക്യൂഷൻ പ്രധാനമായും മുന്നോട്ട് വെക്കാൻ പോകുന്നത് ഒരു ഫെയർ ട്രയൽ, അതൊരു ഫെയർ ട്രയൽ ആ കോടതിയിൽ നടന്നിട്ടില്ല എന്ന കാര്യം ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അതിജീവിതയായി വന്ന ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നമുക്ക് മുൻപിലുണ്ട്. അവരും പറയുന്നത് അതേ കാര്യമാണ്. ആ കോടതിയിൽ ഒരു ഫെയർ ട്രയൽ നടന്നില്ല. ചില പ്രത്യേക കക്ഷികളിലേക്ക്, പ്രതികളിലേക്ക് എത്തുമ്പോൾ ആ ചില ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നതായി പ്രോസിക്യൂട്ടർമാർ തന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ആ കോടതിയിൽ ഒരു ഫെയർ ട്രയൽ നടന്നില്ല. അതുകൊണ്ട് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പൂർണ്ണമായും കോടതി അംഗീകരിച്ചില്ല. അവിടെ കൃത്യമായി കാര്യങ്ങൾ പറയാൻ വലിയ പ്രതിസന്ധികളൊക്കെ നേരിട്ടു എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആക്ഷേപം. ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ ഒരു ഫെയർ ട്രയൽ നടക്കും. തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, തങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ അതൊക്കെ ഹൈക്കോടതി കൃത്യമായി ബോധ്യപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഒപ്പം ഈ പറയുന്ന വിധിപ്പകർപ്പിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വീഴ്ചകൾ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് അതൊക്കെ എന്തൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തും എന്നാണ് ഇപ്പോൾ അജകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.